അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾക്ക് അത് സ്നേഹമങ്ങ് അണപൊട്ടി ഒഴുകിയിട്ട് വികാരധീനനായി അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് ഈ ബൈത്തങ്ങ് പാടിയപ്പോൾ മുത്തായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരം റൗളയിൽ നിന്ന് പുറത്തു വന്നില്ലേ? ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിമതി. നബിയേ, ഞാനെപ്പോഴും ഈ എല്ലാ വർഷവും മദീനയിലേക്ക് എൻ്റെ സ്വലാമ് കൊടുത്തയക്കാറുണ്ട് നബിയേ. എനിക്ക് എത്താൻ സാധിക്കാറില്ല നബിയേ. വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. മുത്തുനബിയേ, ഞാനിന്ന് അവിടുത്തെ ചാരത്ത് ശരീരവുമായി ഹാളിറായിരിക്കുന്നു നബിയേ, സന്നിഹിതമായിരിക്കുന്നു നബിയേ. ഒരു അപേക്ഷയുണ്ട്, പരിഗണിക്കുമോ നബിയേ? ഫംദുദ് യമീനക കൈ തുഹ്ലാ തഹ്ലാ ബിഹാ ശഫതി. അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട കരമൊന്ന് നീട്ടിത്തരുമോ നബിയേ? ഒന്ന് ചുംബിച്ചോട്ടെ നബിയേ. കരമൊന്ന് നീട്ടിക്കൊടുത്തില്ലേ? ചുംബിച്ചില്ലേ? സ്വലാത്തു ചൊല്ലണം, നല്ലതുപോലെ സ്വലാത്തു ചൊല്ലണം. സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്കൊരു മേൽവിലാസമുണ്ടാവണം, നമുക്ക് നബിതങ്ങളുമായി ഒരു പരിചയമുണ്ടാവണം. മഹാന്മാരൊക്കെ അതിനു വേണ്ടി വല്ലാണ്ടങ്ങ് കഷ്ടപ്പെട്ടുപോയി. അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളെ അറിയുമോ? മഹാനവറുകൾ എല്ലാ വർഷവും ഹജ്ജാജികൾ, ഹജ്ജ് ചെയ്യുന്ന ആളുകൾ അവിടുത്തെ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ അവിടുന്ന് സലാം പറഞ്ഞയക്കാറുണ്ട്. ഒരു വർഷം അതാ മഹാനവറുകൾ നേരിട്ട് മദീന മുനവ്വറയിലേക്ക് എത്തുകയാണ്. റൗളയുടെ മുമ്പിൽ ചെന്ന് മഹാനവറുകൾ ഇങ്ങനെ പാടുകയാണ്. ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിമതി. നബിയേ, ഞാനെപ്പോഴും ഈ എല്ലാ വർഷവും മദീനയിലേക്ക് എൻ്റെ സ്വലാമ് കൊടുത്തയക്കാറുണ്ട് നബിയേ. എനിക്ക് എത്താൻ സാധിക്കാറില്ല നബിയേ. വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. മുത്തുനബിയേ, ഞാനിന്ന് അവിടുത്തെ ചാരത്ത് ശരീരവുമായി ഹാളിറായിരിക്കുന്നു നബിയേ, സന്നിഹിതമായിരിക്കുന്നു നബിയേ. ഒരു അപേക്ഷയുണ്ട്, പരിഗണിക്കുമോ നബിയേ? ഫംദുദ് യമീനക കൈ തുഹ്ലാ തഹ്ലാ ബിഹാ ശഫതി. അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട കരമൊന്ന് നീട്ടിത്തരുമോ നബിയേ? ഒന്ന് ചുംബിച്ചോട്ടെ നബിയേ. കരമൊന്ന് നീട്ടിക്കൊടുത്തില്ലേ? ചുംബിച്ചില്ലേ?
മഹാന്മാരൊരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയില്ലേ? അഹ്മദുൽ കബീർ നിഫാഇ തങ്ങൾക്ക് അത് സ്നേഹമങ്ങ് അണപൊട്ടി ഒഴുകിയിട്ട് വികാരധീനനായി അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് ഈ ബൈത്തങ്ങ് പാടിയപ്പോൾ മുത്തായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരം റൗളയിൽ നിന്ന് പുറത്തു വന്നില്ലേ? ചുംബിച്ചില്ലേ? ജനലക്ഷങ്ങൾ ഇതിന് സാക്ഷിയായില്ലേ? മഹാന്മാരൊക്കെ ഈ ആഗ്രഹത്തിലാണ്.